ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു R4I. നിഫ്റ്റി ഈ വർഷം രേഖപ്പെടുത്തിയ അതിൻ്റെ ഓൾ ടൈം ഹൈ ആയ 22,795 എന്ന ലെവലിൽ നിന്നും 740 പോയിന്റ് ഇടിഞ്ഞുകൊണ്ട് ഇപ്പോൾ 22,055 എന്ന ലെവലിലാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ 5 ട്രേഡിംഗ് സെഷനിൽ മാത്രം നിഫ്റ്റി 523 പോയിന്റ് ഇടിഞ്ഞിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ ഈ ഒരു മാർക്കറ്റ് വോളറ്റിലിറ്റിയെ അതിജീവിച്ച പോസിറ്റീവ് റിട്ടേൺ നൽകിയ 15 സ്റ്റോക്കുകളെയാണ് ഈ വീഡിയോയിൽ നമ്മൾ പരാമർശിക്കുന്നത്. ഈ 15 സ്റ്റോക്കുകളുടെയും കഴിഞ്ഞ 4 ക്വാർട്ടറും പ്രീവിയസ് 4 ക്വാർട്ടറും താരതമ്യം ചെയ്തുകൊണ്ടുള്ള അതിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്ത് എത്ര ഉണ്ടായിട്ടുണ്ടോ അതിന് ആനുപാതികമായിട്ട് അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് വളർന്നിട്ടില്ല എന്ന് കാണാം. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകളിൽ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഇനിയും ബാക്കി നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്കുകൾ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഇത് മുന്നോട്ട് ഭാവിയിൽ കുതിക്കാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഒന്നാമത്തെ സ്റ്റോക്ക് ടാറ്റ മോട്ടോഴ്സാണ്. ഇന്ത്യയുടെ മോസ്റ്റ് ട്രസ്റ്റഡ് ബിസിനസ് ഗ്രൂപ്പായ ടാറ്റ ഗ്രൂപ്പിൻ്റെ ഗ്ലോബൽ ഓട്ടോമൊബൈൽ ഒരു മാനുഫാക്ചറിങ് കമ്പനിയാണ് ടാറ്റ മോട്ടോഴ്സ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയ ഒരു പ്രോഫിറ്റ് ഗ്രോത്ത് 1774%. ഇതിൻ്റെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ ഒരു വർഷം നൽകിയ റിട്ടേൺ 103%. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ച നൽകിയ റിട്ടേൺ 3.28%. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്തിന് ആനുപാതികമായിട്ട് ഈ സ്റ്റോക്ക് വളർന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനിയും വളരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കറണ്ട് പ്രൈസ് 1047. ഇതിൻ്റെ ഹൈ 1066 വരെ പോയിരുന്നു. അതിനോട് അടുത്ത് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അതായത് അതിൻ്റെ 52 വീക്കിനോട് വലിയ കറക്ഷൻ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു ഹൈയിൽ തന്നെയാണ് ഈ സ്റ്റോക്ക് ഉള്ളത് എന്ന് നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. എന്നാൽ ഇതിൻ്റെ സ്റ്റോക്ക് പി നോക്കുകയാണെങ്കിൽ അത് 11.9% ആണ്. 5 ഇയർ മീഡിയൻ പി ആണെങ്കിൽ 21.9%. അപ്പോൾ മീഡിയം പിയും എത്രയോ താഴെയാണ് നമുക്ക് ഈ സ്റ്റോക്ക് കിട്ടുന്നത് എന്നുള്ളത് ഈ സ്റ്റോക്കിൻ്റെ വളരെയധികം ആകർഷകമാക്കുന്നുണ്ട്. രണ്ടാമത്തെ സ്റ്റോക്ക് ആസ്ട്രൽ പോളി ലിമിറ്റഡ് ആണ്. ഇന്ത്യയിലെ പ്ലംബിംഗ് ആൻഡ് ഡ്രെയിനേജ് സിസ്റ്റം മാനുഫാക്ചറിങ് രംഗത്ത് ഒരു ലീഡിംഗ് കമ്പനിയായിട്ടുള്ള ആസ്ട്രൽ പോളിയുടെ കഴിഞ്ഞ വർഷത്തെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്ത് 45% വളർന്നിരുന്നു. പക്ഷേ റിട്ടേൺ കഴിഞ്ഞ ഒരു വർഷം 37% നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് തീർച്ചയായും ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച നൽകിയ റിട്ടേൺ 4%. അപ്പോൾ കറണ്ട് പ്രൈസ് 2159. ഇതിൻ്റെ ഹൈ 2166 വരെ പോയിരുന്നു. അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ ഉള്ളത്. 52 വീക്ക് ഹൈയിൽ തൊട്ടടുത്ത് തന്നെയാണുള്ളത്. സ്റ്റോക്കിൻ്റെ പി റേഷ്യോ 103. വളരെ ഹൈ ആയിട്ടുള്ളൊരു പി ആണ്. പക്ഷേ ഈ സ്റ്റോക്കിൻ്റെ പി എപ്പോഴും ഹൈയിൽ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയും. കാരണം 5 ഇയേഴ്സ് മീഡിയം പി നോക്കുകയാണെങ്കിൽ ഏകദേശം 90. അപ്പോൾ അതിനോട് അടുത്ത് തന്നെ ഒരു 10 പോയിൻ്റ് ഡിഫറൻസ് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ അതിൽ ചെറിയൊരു കറക്ഷൻ വരികയാണെങ്കിൽ ഈ സ്റ്റോക്ക് നമുക്കതിൻ്റെ ഒരു ബൈങ് ലെവലിലുള്ള ഒരു പി ഇയിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് ആസ്ട്രൽ പോളി എന്ന് പറയുന്ന ഈ സ്റ്റോക്ക്. അടുത്ത സ്റ്റോക്ക് മാരുതി സുസുക്കി ലിമിറ്റഡ് ആണ്. ഇന്ത്യയുടെ പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റിലെ പ്രൊഡക്ഷനും വോളിയുമൊക്കെ വെച്ച് സെയിൽസൊക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ ഒരു മാർക്കറ്റ് ലീഡർ കമ്പനിയാണ് മാരുതി. ഇതിൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രോഫിറ്റ് ഗ്രോത്ത് 100%. റിട്ടേൺ പക്ഷെങ്കിൽ 36% വന്നിട്ടുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ റിട്ടേൺ അതിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്തുമായിട്ട് വലിയ ഗ്യാപ്പ് നമുക്ക് കാണാൻ കഴിയും. റിട്ടേൺ ഓവർ 1 വീക്ക് കഴിഞ്ഞ ഒരാഴ്ചത്തെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ അത് പോസിറ്റീവാണ്, 1.47%. കറണ്ട് പ്രൈസ് 12,676. ഹൈ 13,074 വരെ പോയിരുന്നു. ഈ സ്റ്റോക്കും അതിൻ്റെ 52 വീക്ക് ഹൈയിലോട് അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. സ്റ്റോക്കിൻ്റെ പി ഇ റേഷ്യോ 29.6 ആണ്. പക്ഷേ 5 ഇയേഴ്സ് പി ഇ നോക്കുകയാണെങ്കിൽ അത് 39 ആണ്. അതിലും എത്രയോ താഴെയാണ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത സ്റ്റോക്ക് ഐഷർ മോട്ടോഴ്സ് ലിമിറ്റഡ് ആണ്. ഇന്ത്യയിലെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി രംഗത്തെ മറ്റൊരു ലീഡിംഗ് പ്ലെയർ ആയിട്ടുള്ള ഐഷർ മോട്ടോഴ്സ് മിഡിൽ വെയ്റ്റ് മോട്ടോർ സൈക്കിളിൻ്റെ ആ ഒരു മേഖലയിൽ നമുക്കറിയാം ബുള്ളറ്റ്, എൻഫീൽഡ് പോലെയുള്ള അത്തരം ബൈക്കുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഈ കമ്പനി ഒരു ഗ്ലോബൽ ലീഡറാണ് ഈ രംഗത്ത്. ഇതിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്ത് കഴിഞ്ഞ 4 ക്വാർട്ടറിൽ 37.3% ആണ്. എന്നാൽ ഒരു വർഷത്തെ റിട്ടേൺ 28.4% മാത്രമാണ്. ഇവിടെയും വലിയൊരു ഗ്യാപ്പ് നമുക്ക് കാണാൻ കഴിയും. റിട്ടേൺ ഓവർ 1 വീക്ക് 1.27% ആണ്. കറണ്ട് പ്രൈസ് 4,658 ആണ്. ഹൈ 4,709 വരെ പോയിട്ടുണ്ട്. 52 വീക്ക് ഹൈയിൽ നിന്നും 1% കറക്ഷൻ മാത്രമേ ഇപ്പോൾ ഈ സ്റ്റോക്കിലുള്ളൂ.
52 വീക്ക് ഹൈയോട് അടുത്ത് തന്നെയാണ് ഈ സ്റ്റോക്ക് നിൽക്കുന്നത്. സ്റ്റോക്കിൻ്റെ പി ഇപ്പോൾ 31.9 ആണെങ്കിലും 5 ഇയേഴ്സ് മീഡിയം പി 36.9 അപ്പോൾ അതിലും താഴെയാണ് സ്റ്റോക്ക് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ അഞ്ചാമത്തെ സ്റ്റോക്ക് അബൌട്ട് ഇന്ത്യ ലിമിറ്റഡ് ആണ്. ഇന്ത്യയിൽ ഒരു മൾട്ടിനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണിത്. ഇതിൻ്റെ ഈ ഗ്രൂപ്പ് 160ഓളം രാജ്യങ്ങളിൽ പ്രസൻസ് ഉള്ള 130ഓളം വർഷങ്ങളോളം ലെഗസിയുള്ള ഒരു വലിയൊരു ഫാർമസ്യൂട്ടിക്കൽ മൾട്ടിനാഷണൽ കമ്പനിയാണ്. ഇതിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്ത് കഴിഞ്ഞ ഒരു വർഷം നോക്കുകയാണെങ്കിൽ 26% ഒരു പ്രോഫിറ്റ് ഗ്രോത്ത് കാണാൻ കഴിയും. പക്ഷേ റിട്ടേൺ 24% വന്നിട്ടുള്ളൂ. റിട്ടേൺ ഓവർ 1 വീക്ക് 0.86% ആണ്. പോസിറ്റീവായിട്ടുള്ള റിട്ടേൺ ആണ് കഴിഞ്ഞ ആഴ്ച നൽകിയിട്ടുള്ളത്. കറണ്ട് പ്രൈസ് 26,370 ആണ്. ഹൈ 29,639 വരെ ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് പോയിരുന്നു. 52 വീക്ക് ഹൈയിൽ നിന്നും 11% ഒരു കറക്ഷനോടെയാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് കിട്ടുന്നത്. കൂടാതെ അതിൻ്റെ 5 ഇയർ മീഡിയം പി 50 നിന്നും താഴെ സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ പി 46 എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് വാല്യുവേഷൻ വൈസ് നോക്കുകയാണെങ്കിലും ഈ സ്റ്റോക്ക് വളരെ അട്രാക്റ്റീവായിട്ടാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അടുത്ത സ്റ്റോക്ക് നെസ്ലെ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയാണ്. ഒരു സ്വിറ്റ്സർലാൻഡ് മൾട്ടിനാഷണൽ കമ്പനിയായ നെസ്ലയുടെ ഇന്ത്യൻ സബ്സിഡറിയാണ് നെസ്ലെ ഇന്ത്യ. ഈ കമ്പനി ഫുഡ് സെഗ്മെൻറ്റിലും FMCG സെഗ്മെൻറ്റിലും പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. ഇതിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 25.7% നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ ഒരു വർഷത്തെ റിട്ടേൺ 16.2% മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ഒരാഴ്ച 3% നല്ലൊരു മുന്നേറ്റവും ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയും. കറണ്ട് പ്രൈസ് 2,533 ആണ്. ഹൈ 2,771 വരെ പോയിരുന്നു. അപ്പോൾ അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് 8% കറക്റ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഈ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സ്റ്റോക്കിൻ്റെ പി റേഷ്യോ 76 ആണ് ഇപ്പോൾ കാണാൻ കഴിയുക. 5 ഇയേഴ്സിൻ്റെ ഒരു മീഡിയം പി ആണെങ്കിൽ 79 വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലും താഴെയാണ് ഇപ്പോൾ ഈ സ്റ്റോക്കുള്ളത്. നല്ല വാല്യുവേഷനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത സ്റ്റോക്ക് ഡോക്ടർ ലാൽ പാത്ത് ലാബ്സ് ലിമിറ്റഡ് ആണ്. ഇത് ഇന്ത്യയിലെ കൺസ്യൂമർ ഹെൽത്ത് കെയർ അതുപോലെ ഡയഗ്നോസ്റ്റിക് സർവീസ് ആ ഒരു മേഖലയിലുള്ള നാഷണൽ വൈഡ് നെറ്റ്വർക്കുള്ള ഒരു ലാബ് നെറ്റ്വർക്കാണ് ഡോക്ടർ ലാൽ പാത്ത് ലാബ്സ്. ഇതിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്ത് 50% കഴിഞ്ഞ 4 ക്വാർട്ടറിൽ കാണാൻ കഴിയുക. എന്നാൽ ഒരു വർഷത്തെ റിട്ടേൺ 15% മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ കഴിഞ്ഞ 1 വീക്കിൽ 1% ഒരു അപ്സൈഡ് മൂവ്മെൻറ്റും നമുക്ക് കാണാൻ കഴിയും. കറണ്ട് പ്രൈസ് 2,348 ആണ്. ഇതിൻ്റെ ഹൈ പോയിട്ടുള്ള 2,767 വരെ പോയിരുന്നു. 52 വീക്ക് ഹൈയിൽ നിന്നും 15% കറക്റ്റ് ചെയ്തുകൊണ്ട് നല്ല വാല്യുവേഷനാണ് ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. കാരണം ഇതിൻ്റെ 5 ഇയേഴ്സ് മീഡിയം പി 70 എന്നാൽ ഇപ്പോഴത്തെ കറണ്ട് പി റേഷ്യോ 54.8 മാത്രമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതും നല്ലൊരു വാല്യുവേഷനിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത സ്റ്റോക്ക് സിംഫണി എന്ന് പറയുന്ന കമ്പനിയാണ്. അഹമ്മദാബാദ് ബേസ്ഡ് ഈ കമ്പനി പ്രധാനമായിട്ടും എയർ കൂളേഴ്സ് നിർമ്മിക്കുന്ന കമ്പനിയാണ്. അപ്പോൾ ഡൊമസ്റ്റിക്കും ഇൻ്റർനാഷണൽ മാർക്കറ്റിലും സെയിൽസ് നടത്തുന്ന ഈ കമ്പനി കഴിഞ്ഞ ഒരു വർഷത്തെ അവരുടെ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 28.9% ഒരു ഗ്രോത്ത് കാണാൻ കഴിയും. എന്നാൽ ഒരു വർഷത്തെ റിട്ടേൺ വെറും 9.93% മാത്രമാണ്. ഈ 1 വീക്കിൽ 0.60% ഒരു അപ്സൈഡ് മൂവും നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയും. കറണ്ട് പ്രൈസ് 972 ആണ്. ഹൈ 1020 വരെ പോയിരുന്നു. അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും വെറും 4% കറക്റ്റ് ചെയ്തുകൊണ്ട് ഹൈയോട് അടുത്ത് തന്നെയാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. സ്റ്റോക്കിൻ്റെ പി ഇപ്പോൾ 44.8 ആണ്. എന്നാൽ 5 ഇയേഴ്സ് മീഡിയം പി 55 ആണ്. അതിൽ താഴെയാണ്. നല്ല വാല്യുവേഷനിലാണ് ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ അടുത്ത സ്റ്റോക്ക് ഗ്രിൻവെൽ നോട്ടൺ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇവർ പ്രധാനമായിട്ടും അബ്രസീവ്, സെറാമിക്സ് ആൻഡ് പ്ലാസ്റ്റിക്സ് ഈ മേഖലയിൽ മാനുഫാക്ചറിങ് നടത്തുന്ന കമ്പനിയാണ്. കൂടാതെ ഈ കമ്പനിക്ക് IT സർവീസുകളും ഉണ്ട്. ഇതിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്ത് 9.72% ആണ്. 1 ഇയർ റിട്ടേൺ നോക്കുകയാണെങ്കിൽ അത് 8.73% ആണ്. എന്നാൽ കഴിഞ്ഞ 1 വീക്കിൽ 2% ഒരു അപ്സൈഡ് മൂവ് ഈ സ്റ്റോക്ക് കാണിക്കുകയുണ്ടായി. ഇതിൻ്റെ കറണ്ട് പ്രൈസ് 2,164 ആണ്. ഹൈ 2,495 വരെ പോയിരുന്നു. അവിടെ നിന്നും 13% കറക്റ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ പി 62 എന്നാൽ 5 ഇയർ മീഡിയൻ പി 57 അതിനേക്കാൾ കുറച്ചുകൂടി ഹൈ വാല്യുവേഷനിലാണ് ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത സ്റ്റോക്ക് മാരിക്കോ ലിമിറ്റഡ് ആണ്. ഇത് ഇന്ത്യയിലെ ലീഡിംഗ് കൺസ്യൂമർ ഗുഡ്സ് കമ്പനിയാണ്. പ്രത്യേകിച്ച് ഗ്ലോബൽ ബ്യൂട്ടി ആൻഡ് വെൽനെസ് കാറ്റഗറിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കമ്പനിയാണ് മാരിക്കോ. ഇവരുടെ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 15% മുകളിലാണ്. എന്നാൽ ഒരു വർഷം നൽകിയ റിട്ടേൺ 8.43 മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ഒരാഴ്ച പക്ഷേ 13% ഒരു ബമ്പർ റിട്ടേൺ ഈ സ്റ്റോക്ക് നൽകുകയുണ്ടായി. കറണ്ട് പ്രൈസ് 587 ആണ്. ഹൈ 598 വരെ പോയിരുന്നു. ആ ഒരു
52 വീക്ക് ഹൈയിൽ നിന്നും 1% കറക്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ സ്റ്റോക്ക് ഉള്ളത്. അപ്പോൾ 52 വീക്ക് ഹൈയോട് അടുത്ത് നിൽക്കുന്ന ഓൾ ടൈം ഹൈയോട് അടുത്ത് നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ് ഇപ്പോൾ മാരിക്കോ. സ്റ്റോക്കിൻ്റെ പി ഇപ്പോൾ 51.3 ആണ്. എന്നാൽ മീഡിയം പി 49.6 ആണ്. അപ്പോൾ മീഡിയം പിയും സ്റ്റോക്കിൻ്റെ പിയും ഇപ്പോൾ ഏകദേശം ഒരേപോലെ എന്നുള്ള അവസ്ഥയിലാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ അടുത്ത സ്റ്റോക്ക് ഡാബർ ഇന്ത്യ ആണ്. ഇത് ഇന്ത്യയിലെ വൺ ഓഫ് ദ ലീഡിംഗ് FMCG കമ്പനിയാണ്. കൺസ്യൂമർ കെയർ അതേപോലെ ഫുഡ് പ്രൊഡക്ട്സ് മേഖലയിലൊക്കെ കാണുന്ന ഒരു സ്റ്റോക്കാണ് ഡാബർ. ഇതിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്ത് 7.26% ആണ്. ഒരു വർഷത്തെ റിട്ടേൺ 6.26% എന്നാൽ കഴിഞ്ഞ ഒരാഴ്ച 3.58% ഒരു ബമ്പർ റിട്ടേൺ ഈ സ്റ്റോക്കും നൽകുകയുണ്ടായി. കറണ്ട് പ്രൈസ് 551 ആണ്. ഹൈ 597 വരെ പോയിരുന്നു. അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും 7% മാത്രം കറക്റ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് ഉള്ളത്. സ്റ്റോക്കിൻ്റെ പി ഇപ്പോൾ 53.9% ആണ്. മീഡിയം പി 55 ആണ്. അപ്പോൾ മീഡിയം പിയോട് അടുത്ത് തന്നെയാണ് ഈ സ്റ്റോക്ക് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അടുത്ത സ്റ്റോക്ക് ടാറ്റ എലക്സിയാണ്. ഇത് ലോകത്തിലെ തന്നെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആൻഡ് ടെക്നോളജി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. ഓട്ടോമോട്ടീവ്, മീഡിയ, കമ്മ്യൂണിക്കേഷൻ, ഹെൽത്ത് കെയർ മേഖലയിലൊക്കെ ഇതിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയും. പ്രോഫിറ്റ് ഗ്രോത്ത് 4% കഴിഞ്ഞ 4 ക്വാർട്ടറിലുള്ള കമ്പാരിറ്റീവ്ലി പ്രോഫിറ്റ് ഗ്രോത്ത്. അതേസമയം റിട്ടേൺ 0.69% മാത്രമേ ഉള്ളൂ. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ച 0.22% നേരിയൊരു മുന്നേറ്റവും നമുക്ക് കാണാൻ കഴിയും. കറണ്ട് പ്രൈസ് 7127 ആണ്. ഹൈ 9200 വരെ പോയിരുന്നു. 52 വീക്ക് ഹൈയിൽ നിന്നും 22% കറക്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ സ്റ്റോക്ക് ലഭ്യമായിട്ടുള്ളത്. കൂടാതെ 5 ഇയർ മീഡിയം പി 58 താഴെ സ്റ്റോക്ക് പി ഇപ്പോൾ 56 എന്ന ലെവലിലാണ് കാണാൻ കഴിയും. അപ്പോൾ ഈ സ്റ്റോക്ക് നല്ലൊരു വാല്യുവേഷനിലാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. നമ്മുടെ അടുത്ത സ്റ്റോക്ക് ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് ടെക്നോളജീസ് ലിമിറ്റഡ് ആണ്. നെക്സ്റ്റ് ജനറേഷൻ IT സൊല്യൂഷൻസ് സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട IT കമ്പനിയാണ് ഹാപ്പിയസ്റ്റ് മൈൻഡ്സ്. പ്രോഫിറ്റ് ഗ്രോത്ത് 1.17% ആണ്. കഴിഞ്ഞ ഒരു വർഷം നൽകിയ റിട്ടേൺ -5.57% ആണ്. കഴിഞ്ഞ ഒരാഴ്ച പക്ഷേ നേരിയൊരു പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. 0.03% ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയും. കറണ്ട് പ്രൈസ് 808 രൂപയാണ്. ഹൈ 1023 വരെ പോയിരുന്നു. ആ ഒരു 52 വീക്ക് ഹൈയിൽ നിന്നും 21% കറക്റ്റ് ചെയ്തുകൊണ്ട് നല്ല വാല്യുവേഷനാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് ലഭ്യമായിട്ടുള്ളത്. കാരണം ഇതിൻ്റെ കറണ്ട് പി റേഷ്യോ 51 ആണ്. എന്നാൽ 5 ഇയർ മീഡിയം പി 58% കാണാൻ കഴിയും. അപ്പോൾ അടുത്ത സ്റ്റോക്ക് ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ന് പറയുന്ന ഒരു നിഫ്റ്റി ഹെവി വെയ്റ്റ് കമ്പനിയായ FMCG കമ്പനിയാണ്. ഇതിൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ പെർഫോമൻസ് പ്രോഫിറ്റിൽ നോക്കുകയാണെങ്കിൽ 1.02% ഒരു പ്രോഫിറ്റ് ഗ്രോത്ത് മാത്രമേ കാണാൻ കഴിയുള്ളൂ. എന്നാൽ റിട്ടേൺ നെഗറ്റീവാണ്, -9.94 ആണ്. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ച 6% ഒരു വമ്പിച്ച ഒരു മുന്നേറ്റം ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. കറണ്ട് പ്രൈസ് 2363 രൂപയാണ്. ഹൈ പോയിട്ടുള്ളത് 2770 ആണ്. അപ്പോൾ ആ ഒരു 52 വീക്ക് ഹൈയിൽ നിന്നും 14% കറക്റ്റ് ചെയ്തുകൊണ്ട് നല്ല വാല്യുവേഷനിലാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് ഉള്ളത്. കാരണം 5 ഇയർ മീഡിയം പി 64 ഇപ്പോഴത്തെ സ്റ്റോക്കിൻ്റെ പി 54 നമുക്ക് കാണാൻ കഴിയും. അടുത്ത സ്റ്റോക്ക് വേദാന്ത് ഫാഷൻസ് ലിമിറ്റഡ് ആണ്. ഇത് പ്രധാനമായിട്ടും ഈ ടെക്സ്റ്റൈൽ രംഗത്തുള്ള ബ്രാൻഡഡ് ഈ സ്യൂട്ടിങ്സ് അതുപോലെ മെൻസ് വെയർ ഈ ഫാഷൻ വെയറിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കമ്പനിയാണ്. ഇതിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്ത് കഴിഞ്ഞ 4 ക്വാർട്ടറിൽ -1.96% ആണ്. അതുപോലെ കഴിഞ്ഞ ഒരു വർഷത്തെ റിട്ടേൺ അതിനും എത്രയോ താഴെയാണ്, -22.8% ആണ്. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ച 5.46% ബമ്പർ റിട്ടേൺ ഈ സ്റ്റോക്ക് നൽകിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കറണ്ട് പ്രൈസ് 984 ആണ്. ഹൈ 1488 വരെ പോയിരുന്നു. ആ ഒരു 52 വീക്ക് ഹൈയിൽ നിന്ന് 33% കറക്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ സ്റ്റോക്ക് ഉള്ളത്. 5 ഇയേഴ്സ് മീഡിയം പി 77 ഇപ്പോഴത്തെ സ്റ്റോക്ക് പി 57 ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ പരാമർശിച്ച ഈ 15 സ്റ്റോക്കുകൾ നിങ്ങൾ കൂടുതൽ പഠന വിധേയമാക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.